അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വസ്വഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വയസിഹു ഖിറാദുൻ, ലാഭക്കൂറ് കച്ചവടം. ആദ്യം അതിൻ്റെ നിർവചനമാണ് പറയുന്നത്. അയാഖിദ അല മാലിൻ, ഒരു സാമ്പത്തിക സമ്പത്ത് കൊണ്ടുള്ള ഇടപാടാണ്. യദ്ഫഉഹു, ആ സമ്പത്തിനെ അയാൾ നൽകും ലിഗൈരിഹി, മറ്റൊരാൾക്ക്. ലിയത്തജിറ ഫീഹി, കച്ചവടം ചെയ്യാൻ വേണ്ടി. അലാ അൻ യകൂന രിബ്ഹു മുഷ്തറക്കം ബൈനഹുമ, ലാഭം രണ്ടുപേർക്കും പങ്കാളിത്തം ഉള്ളതായിരിക്കുമെന്ന നിബന്ധന പ്രകാരം കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന സമ്പത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇടപാടിനാണ് ഖിറാദ് എന്ന് പറയുന്നത്. അൻ യാഖിദ, ഒരാൾ ഇടപാട് നടത്തുക. അലാ മാലിൻ യദ്ഫഉഹു, ദഫഅ യദ്ഫഉ, അത് നൽകും ലിഗൈരിഹി, മറ്റൊരാൾക്ക്. എന്തിന്? ഇത്തജറ യത്തജിറു, തിജാറത്ത് കച്ചവടം. ഇത്തജറ എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്തു. ഡി യത്തജിറ, വേണ്ടി. ഈ വേണ്ടി എന്നുള്ള അർത്ഥമുള്ള ലാമിന് ശേഷം മുദാരിയ ഫീലിന് നസ്ബ് ചെയ്യല്ലോ, അന്ന് മറിഞ്ഞിട്ട് നസ്ബ് ചെയ്യല്ലോ. ലി അൻ യത്തജിറ എന്നുണ്ടായിരുന്നത് ഫീഹി. എന്തിന്, എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്? അലാ അൻ യകുന റിബ്ഹു, ലാഭമാകും എന്ന നിബന്ധനയിൽ. മുഷ്തറക്കൻ, ഇസ്തറക്ക യസ്തരിക്കു, പങ്കാളിത്തമുള്ളതാകും. അത് ഫീ നഖ്ദിൻ ഖാലിസിൻ, ഖിറാദ് നടത്തുന്ന സ്വത്തിന്മേലാണല്ലോ അഖ്ദ് നടത്തുന്നത്. ആ സ്വത്ത് ഏതായിരിക്കണം? നാണയമായിരിക്കണം. ഖാലിസിൻ, ശുദ്ധ, ചെമ്പോ മറ്റോ കൂട്ടിക്കലർത്താത്ത. മദ്റൂബിൻ, നാണയമായി അടിക്കപ്പെട്ട. അതിന് കാരണം പറയുന്നത് ലിഅന്നഹു അഖ്ദു ഖറരിൻ, ഇതൊക്കെ ഒരു ചതി വരാൻ പറ്റുന്ന, മറ്റുള്ളതിൽ പറ്റൂല എന്ന് പറയാൻ കാരണം എന്താണ്? ലിഅന്നഹു അഖ്ദു ഖറരിൻ, ചതി വഞ്ചനയും വരാൻ സാധ്യതയുള്ള ഒരു ഇടപാടാണ് ആണല്ലോ. കാരണം വേറെ ആളെ കയ്യിൽ പൈസ കൊടുക്കുകയാണല്ലോ. എന്തുകൊണ്ട്? ലിഅദമി ഇൻളിബാത്തിൽ അമലി, അമല് കൃത്യമല്ലാത്തത് കൊണ്ട്. ഇപ്പം ഞാൻ കച്ചവടം ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ജോലി, എത്ര ജോലി എന്നുള്ളതിൽ കൃത്യത അല്ലല്ലോ. ഇൻളിബാത്ത് എന്ന് പറഞ്ഞാൽ കൃത്യത. ഒരു പണി കൃത്യതല്ലാത്തതുകൊണ്ട് ചതി വരാവുന്ന ഒരിടപാടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചതി വരാവുന്ന ഇടപാടാന്ന് പറയാൻ കാരണം? വൽ വസൂഖി ബിരിബിഹി, ലാഭം ഉറപ്പില്ലാത്തതിനാലും. ലാഭം ഉറപ്പില്ലാത്തതിനാലും. വസൂഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പ്. അപ്പോൾ പിന്നെ വൈന്നമാ ജുവ്വസിലിൽ ഹാജത്തി, അപ്പോൾ ഒരാവശ്യ സന്ദർഭത്തിൽ മാത്രം അത് അനുവദിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് നാണയത്തിൽ മാത്രം പറ്റുകയുള്ളൂ എന്ന് പറയാൻ കാരണം? അതിൻ്റെ കാരണം തുടർന്ന് പറയുകയാണ്. വൈന്നമാ ജുവ്വസിലിൽ ഹാജത്തി, അതൊരാവശ്യത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടതാണ്. ആയതിനാൽ ഉഖ്തുസ്സ, ഇതിനെ സവിശേഷപ്പെടുത്തി. ബിമാ യറൂജു വാലിബൻ, സാധാരണയിലും അധികമായിട്ടും ചെലവഴിക്കപ്പെടുന്ന വസ്തു കൊണ്ട് പരിമിതപ്പെടുത്തി. റാജ എന്ന് പറഞ്ഞാൽ നിലവാരമുള്ള എന്നർത്ഥം. സാധാരണയിൽ നിലവാരമുള്ള, എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും നിലവാരമുള്ള സാധനം ഏതാണ്? മാർക്കറ്റുള്ള സാധനം ഏതാണ്? വഹുവ നഖ്ദുൽ മദ്റൂബ്, നാണയമായി അടിക്കപ്പെട്ട സ്വർണം വെള്ളിയുമാണ്. ലോകത്തെ എല്ലാ വസ്തുക്കളുടെയും വില എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയാണ്. ഇപ്പോഴത്തെ കാലത്ത് വെള്ളിയല്ല, സ്വർണ്ണമാണെന്ന് പറയാം. സ്വർണ്ണമാണ് ലോകത്ത് ഏത് സാധനത്തിൻ്റെയും വില എടുത്തു കളയാൻ കഴിയും. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില എടുത്തു കളയാൻ കഴിയില്ല എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയാണ് വിലയുടെ ആധാരമായി നിശ്ചയിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സ്വർണ്ണ വെള്ളിൻ്റെ നാണയം ഇല്ലല്ലോ. എന്നാൽ പോലും അതിലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വേജൂസ് അലൈഹി,
ഈ നാണയം കൊണ്ട് ഖിറാദ് നടത്തൽ അനുവദനീയമാകും. ശേഷമുള്ളോടി വായിക്കുക. വൈൻ അബ്തലഹു സുൽത്താനു, ഭരണാധികാരി അതിൻ്റെ വില എടുത്തു കളഞ്ഞാലും ബാത്തിലാക്കിയാലും. ഇപ്പോൾ സ്വർണത്തിൻ്റെയും വെള്ളിൻ്റെയും നാണയങ്ങൾ ലോകത്ത് എവിടെ ഇല്ലപ്പോൾ, അതാണ് പറയുന്നത്. ഭരണാധികാരി എടുത്തു കളഞ്ഞാൽ പോലും നാണയം നൽകിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറ്റും. ഇപ്പം ഇതിന് കോയിൻസും ബിസ്ക്കറ്റും ഒക്കെ ഉള്ളൂ, അതൊന്നും ഇപ്പോൾ നാണയമല്ല. അപ്പോൾ ആ നിലയ്ക്കിപ്പോൾ ഖിറാദ് നടത്താൻ നമുക്ക് നിർവാഹമല്ല എന്ന് പറയാം. എങ്ങനെ ആയാലും സ്വർണത്തിനും വെള്ളിക്കും വില ലോകത്തൊന്നും കൂടുകയാണ്. രൂപ, ഡോളർ, മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുടെയൊക്കെ വില നമ്മൾ ഉണ്ടാക്കുന്ന താൽക്കാലിക കാലത്തേക്കുള്ളതാണ്. കുറച്ച് കഴിഞ്ഞാൽ ഭരണകൂടം മാറിയാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാണയം സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ വില നഷ്ടപ്പെടും. സ്വർണം മാറ്റിയിട്ട് ഇനി ഒരു വേറെ നാണയമാക്കുക എന്ന് ലോകത്തിന് തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ്. അതാണ് ഫഖ്തുസ്സബിമാ യറൂജു ഗാലിബൻ. സാധാരണയിൽ മാർക്കറ്റിൽ വില കൽപ്പിക്കപ്പെടുന്ന വസ്തു കൊണ്ടേ ഇടപാട് പറ്റുള്ളൂ എന്ന് ചുരുക്കി, ആ സാധനത്തിൽ ചുരുക്കി ഹുത്തുസ. അതേതാ സാധാരണയിൽ വില കൽപ്പിക്കപ്പെടുന്നത്? ഒഹുവൻ നഖദുൽ മദ്റൂബ്, നാണയമായിരിക്കപ്പെട്ട സ്വർണം വെള്ളിയുമാണ്. ഇപ്പോൾ ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ. ഡോളർ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളൂ. മറ്റൊരു രാജ്യത്തിൻ്റെ നാണയം വേറെ രാജ്യത്ത് കാണാൻ പാടില്ല എന്നാണ്. കാരണം അവിടെ അതിന് വിലല്ല. സ്വർണം വെള്ളി അങ്ങനെയല്ല. അത് ഈ ലോകത്തെ ഏത് ഭാഗത്തേക്കും സ്വർണം വെള്ളി കൊണ്ടുപോയാലും അതിന് നിലയും വിലയുമുണ്ട്, ഒരേ വിലയുമാണ്. അതുകൊണ്ടാണ് ബേജൂസ് അലൈഹി, നാണയത്തിൽ പറ്റും. ഇന്നബുത്തലഹു സുൽത്താനു, ഭരണാധികാരി അതിനെ അസാധുവാക്കിയാലും. അപ്പോൾ നാണയം എന്ന് പറയുമ്പോൾ ചരക്ക് പറ്റൂല, പൈസ പറ്റൂല. ഖാലിസാവണം എന്ന് പറഞ്ഞപ്പം മഗ്ഷൂഷ്, മറ്റ് കലർപ്പുള്ള സ്വർണ്ണ നാണയം പറ്റില്ല. വബിൽ ഖറജ മിൻ നഖദി, നഖദ് എന്നപ്പോൾ പറഞ്ഞപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. അല്ല അർദു, ചരക്ക് കൊണ്ട് ഖിറാദ് നടത്താൻ പറ്റില്ല. സ്വർണ്ണം വെള്ളി കൊണ്ടേ പറ്റും. അപ്പോൾ നമ്മളെ പല ഫുലൂസൻ, അത് പൈസകളാണെങ്കിൽ പോലും, ഫുലൂസ് പൈസ അല്ലേ, ഈ ചെമ്പ് കൊണ്ട് മറ്റുമൊക്കെ അടിക്കുന്ന പറ്റില്ല. വബിൽ ഖാലിസ് ശുദ്ധമായിരിക്കണമെന്നപ്പോൾ പുറത്തു പോയി എന്ന് പറഞ്ഞപ്പോൾ പുറത്തു പോയി. അൽ മഗ്ഷൂഷു, കലർപ്പുള്ള മറ്റു നാണയങ്ങൾ കലർത്തിയ സ്വർണ്ണവും വെള്ളിയും. വൈൻ വലിമ ഖദറു ഖശ്ശിഹി, എത്രയാണ് അതിൽ കൂട്ടിക്കലർത്തിയത് എന്ന അളവ് അറിയുമെങ്കിൽ പോലും. ഇപ്പം നമ്മൾ 916 എന്ന് പറയാറില്ലേ, 916 എന്ന് പറയുമ്പോൾ 1916 ഭാഗമാണ് സ്വർണം, ബാക്കി ഏതാണ്? ചെമ്പാണ് എന്നാണ് ഇതിനർത്ഥം. 22 ക്യാരറ്റ് എന്നും പറയും. 24 22 സ്വർണ്ണമാണ്, 2 ഭാഗം ചെമ്പാണെന്നതിൻ്റെ അർത്ഥം. അത് തങ്കത്തിലേക്ക് പോകുമ്പോൾ അതിൽ തീരെ കലർത്തിയിട്ടുണ്ടാവില്ല. തങ്കം എന്ന് പറയുമ്പോൾ അതാണ്, അതിൽ ചെമ്പ് തീരെ കലർത്തിയിട്ടില്ല. അതിൻ്റെ ഉറപ്പിന് വേണ്ടിയാണ് ചെമ്പ് കലർത്തുന്നത്. സ്വർണ്ണം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതിലേക്ക് ചെമ്പ് കൂട്ടി കലർത്തുമ്പോൾ എന്ത് ചെയ്യും? ആ സാധനത്തിന് ഉറപ്പുണ്ടാവും. ഇപ്പോൾ വജ്രമൊക്കെ വരുമ്പം സ്വർണത്തിനാണ് വരിക വജ്രം, പക്ഷെ അതിൽ ചെമ്പിൻ്റെ അംശം കുറച്ചും കൂടെ കൂടുതലായിരിക്കും. 22 ക്യാരറ്റ് ഉള്ളത് 18 ക്യാരറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൂട്ടിക്കലർത്തുമ്പോഴാണ് ആഭരണമൊക്കെ ഉണ്ടാവുക. അപ്പം തനി തങ്കത്തിലായിരിക്കണം എന്നർത്ഥം. വൈനൊലിമ ഖദറു ഖശ്ശിഹി, അതിൽ കൂട്ടിക്കലർത്തപ്പെട്ടതിൻ്റെ അളവ് അറിയുമെങ്കിൽ പോലും പറ്റില്ല. അബിസ്തുഹ്ലിക്ക, അതിൽ മറ്റൊന്ന് നാണയം കാണാത്ത വിധത്തിൽ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും പറ്റില്ല. ഇസ്തലക്കാരൻ നശിച്ചാൽ പോലും പറ്റില്ല. വജാസ തആമുലു ബിഹി, അതുകൊണ്ട് ഇടപാട് പെടുത്താൻ അനുവദനീയമാണെങ്കിൽ പോലും. സംഘം എന്ത് ചെയ്യുക? ഇടപാടെടുത്താനിപ്പോൾ ഈ കലർപ്പുള്ള സ്വർണ്ണം മതി. ഈ സ്വർണ്ണ നാണയം, കലർപ്പുള്ള ചെമ്പ് കലർത്തിയ സ്വർണ്ണ നാണയം കൊണ്ട് ഇടപാടൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ പോലും ഖിറാദ് പറ്റില്ല.
വൈൻ ഒലിമ ഖദറു ഖശ്ശിഹി, അതിൽ കൂട്ടിക്കലർത്തപ്പെട്ടതിൻ്റെ അളവ് അറിയപ്പെട്ടാലും പറ്റില്ല. അവിസ്തുഹലിക്കാതിനെങ്കിൽ കൂട്ടിക്കലർത്തപ്പെട്ട മറ്റ് ലോഹങ്ങൾ അതിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും പറ്റില്ല. വജാസ താമുൽ ബിഹി, കൂട്ടിക്കലർത്തപ്പെട്ട നാണയം കൊണ്ട് ഇടപാട് നടത്താൻ പറ്റുമെങ്കിലും ഖാലിസ് എന്ന് പറയുമ്പോൾ അതൊക്കെ പുറത്തുപോയി. ഒബിൽ മദറുബി, നാണയമായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുറത്തുപോയി. തിബിറു, തിബിർ എന്താ തിബിർ എന്ന് പറഞ്ഞാൽ വഹുവ ദഹബുൻ നൗഫിലത്തുലം യുദറബ്, നാണയമായി അടിക്കപ്പെടാത്ത സ്വർണവും വെള്ളിയും. തിബിർ സ്വർണ്ണക്കട്ടി, വെള്ളിക്കട്ടി എന്നൊക്കെ പറയും. വൽഹുലിയു, ആഭരണവും പുറത്തുപോയി. ആഭരണം കൊണ്ടും ഖിറാത്ത് നടത്താൻ പറ്റില്ല. ഫലാ യസ്സിഹു ഫീ ഷൈഇൻ മിൻഹ, ഇവയിലൊന്നും ഖിറാത്ത് പറ്റില്ല എന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇനി വക്കീല യജൂസു അലൽ മഗ്ഷൂസ്, ഇനി ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയണേ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയുന്നത് നമുക്കൊക്കെ സ്വീകരിക്കേണ്ടി വരുമല്ലോ ചിലപ്പോൾ. അത് പറഞ്ഞാലല്ലേ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ റഹ്മത്താണെന്നല്ലേ, ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ റഹ്മത്താണ് എന്നാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയപ്പെട്ടു. യജൂസ് അൽ മഗ്ഷൂസി, സ്വർണത്തിൽ മറ്റ് നാണയങ്ങൾ കലർത്തിയ സ്വർണ്ണ നാണയത്തിൽ പറ്റും എന്നുണ്ട്. ഇനിസ്തുഹലിക്ക ഖശ്ശുഹു, അതിൽ കലർത്തപ്പെട്ടത് അതിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതായത് വേറൊരു സ്ഥലത്ത് കാണുന്നില്ല, മൊത്തം അതിൽ ഉരുക്കി ചേർത്തിക്കുകയാണ്. അതാണ് ഇസ്തുഹലിക്ക എന്ന് പറഞ്ഞാൽ, വേറിട്ട് കാണുന്നില്ല, അതിൽ ഉരുക്കി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂട്ടിക്കലർത്തപ്പെട്ട അത് അതിൽ അലിഞ്ഞു ചേർന്ന് നശിച്ചിട്ടുണ്ടെങ്കിൽ, നശിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേറിട്ട് കാണാതിരിക്കുക എന്നർത്ഥത്തിന്. വജസമ ബിഹിൽ ജുർജാൻ, ഈ അഭിപ്രായമാണ് ഇമാം ജുർജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഥവാ ഈ കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ അഭിപ്രായം ഇൻ റാജ, അതിന് അലിഞ്ഞു ചേരണമെന്നൊന്നുമില്ല, അത് മാർക്കറ്റിൽ ചെലവഴിക്കപ്പെടുന്നതാണെങ്കിൽ പറ്റുന്ന. ഇൻ റാജ, മാർക്കറ്റിൽ നിലവാരമുള്ളതാണെങ്കിൽ, മാർക്കറ്റിൽ ഉപയോഗിക്കപ്പെടുന്നതാണെങ്കിൽ പറ്റുമെന്ന്. അഖ്താറുഹു സുബ്കി വഗൈറു, ഇമാം സുബ്കി മറ്റു അഭിപ്രായത്തെയാണ് തിരഞ്ഞെടുത്തത്. അഫീ വജിഹിൻ സാലിസിൻ ഫി സവായിദ് റൗള, ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ റൗളയുടെ സവായിദിൽ, അതിലേക്ക് പിന്നെ കൂട്ടിച്ചേർക്കപ്പെട്ട കുറച്ച് മസലകൾ, അതിൽ പറഞ്ഞിട്ടുണ്ട് അന്നഹു യജൂസു അലാ കുല്ലി മിസ്രിയിൻ, സ്വർണവും വെള്ളിയും തന്നെ ആവണമെന്നില്ല, എല്ലാ മിസ്രിയായ സാധനം കൊണ്ടും ഖിറാത്ത് നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്രിയായാൽ മതി, എല്ലാ മിസ്രിയായ സാധനം കൊണ്ടും ഖിറാത്ത് നടത്താം എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. മിസ്രിയായ എല്ലാം കൊണ്ടും പറ്റും. മിസ്രി എന്ന് പറയുമ്പം അളവ് തൂക്കത്തിൽ കണക്കാക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ, അളവ് തൂക്കം കൊണ്ട് കണക്കാക്കപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിലൊക്കെ പറ്റും. അപ്പോൾ ഈ അടിസ്ഥാനത്തിലൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും. പണ്ഡിതന്മാർക്ക് പല മദ്ഹബിലും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും, അതിനനുസരിച്ചൊക്കെ അമൽ ചെയ്യേണ്ടി വരും. കാരണം ലാഭക്കൂറ് കച്ചവടം നടത്തേണ്ടതാണ്. ഞാനല്ല പറഞ്ഞ പോലെ പണ്ഡിതന്മാർക്കിടയിൽ മനുഷ്യന്മാരുടെ അടുത്ത് കാശുണ്ടാകും, കച്ചവടം ചെയ്യാനറിയില്ല, കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അവരുടെ അടുത്ത് കാശും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ബിസിനസ്സാണിത് ഖിറാത്ത്. അപ്പോൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഖിറാത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങാം. സ്ത്രീകൾക്ക് വീട്ടിലിരുന്നാൽ മതി, കാശ് കൊടുത്താൽ മതി, ആണുങ്ങളെ കയ്യിൽ കാശ് കൊടുക്കുക. പെട്ടുപോരുത്തിട്ട്, സ്ത്രീകളാണ് കൂടുതലും കാശ് കൊടുത്തായിട്ട് പെടൽ. ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ഇവിടെയും പൈസ കൊടുക്കും, ലാഭം ഉണ്ടാവില്ല, ഒന്നും കിട്ടൂല, വിളിച്ചാൽ വരെ പിന്നെ കിട്ടൂല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓൺലൈൻ പരിചയമില്ലാത്തവർ, അന്യർ, അവരുടെ വാഗ്വിലാസങ്ങളിലൊന്നും പെട്ടിട്ട് മയങ്ങരുത്. പെണ്ണുങ്ങൾ പെട്ടെന്ന് മയങ്ങുമല്ലോ. ആദ്യത്തെ പ്രാവശ്യമൊക്കെ 5000 1 ലക്ഷം കൊടുത്താൽ വലിയ സംഖ്യയൊക്കെ കിട്ടും, പിന്നെ ഒന്നും കിട്ടാതെയാവും.
അപ്പോൾ ആദ്യം കിട്ടുമ്പോൾ കുറച്ചും കൂടെ ആദ്യം ലക്ഷം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ലക്ഷം കൂടെ ആ പണ്ടം പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ട് പിന്നെ കൊടുക്കും. കാരണം ലാഭം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, പെണ്ണുങ്ങൾ അവിടെയും നിൽക്കില്ല, അയൽപക്കത്തൊന്നും കുടുംബത്തൊന്നും വാങ്ങും. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ആണുങ്ങൾക്കുണ്ട്. സ്ത്രീകളെ പെട്ടെന്ന് മയക്കാൻ പറ്റും. ആണുങ്ങൾ വന്ന് പറയുമ്പോൾ ഇങ്ങനെ ലാഭം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കൊടുക്കും. പിന്നെ എല്ലാം കൂടെ ഇവൻ വാങ്ങി കൊടുത്തിട്ട് കോടി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 50 ലക്ഷം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ ആളുകൾക്കൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉണ്ടാവും. അപ്പോൾ കുടുംബം തെറ്റും, അയൽപക്കം തെറ്റും, സൗഹൃദം തെറ്റും, നാട്ടിൽ തന്നെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും, സ്ഥലം വിടേണ്ടി വരും, മാനം നഷ്ടപ്പെടും, ഒക്കെ ചെയ്യും. അപ്പോൾ നല്ലോണം സൂക്ഷിക്കണം. അറിയുകയും നമ്മൾ കൺമുമ്പിൽ കാണുകയും ചെയ്യുന്ന ഇടപാടുകൾക്ക് കൊടുക്കുക എന്നുള്ള, നമ്മൾ കണ്ട് ബോധ്യപ്പെട്ട് ആളെയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട സംഗതികൾക്ക് കൊടുക്കുക. തുടങ്ങാൻ പോണേന് കൊടുക്കാതൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. അല്ലാഹു നമ്മുടെ സമ്പത്തിലും അധ്വാനത്തിലും ബിസിനസ്സിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇസ്ലാം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് മനുഷ്യന്മാർ ഈ ദുനിയാവ് വളരണം, മനുഷ്യൻ്റെ സമ്പത്ത് വളരണം എന്ന ഉദ്ദേശത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഇതിന് സീഹ വേണമെന്നാണ് ഇനി പറയുന്നത്. നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. യസിഹു ഖിറാദുൻ, ഖിറാദ് സ്വഹിയാണ്. ബഹുവ അയാഖിദ അലാ മാലിൻ, സമ്പത്ത് കൊണ്ടുള്ള ഇടപാട് നടത്തലാണ്. യദ്ഫഉഹി ഗൈരിഹി, മറ്റൊരാൾക്ക് നൽകുന്ന, യത്തജറ ഫീഹി, കച്ചവടം ചെയ്യാൻ വേണ്ടി, അലാ അയ്യക്കുന രിബുഹു മുസ്തറക്കം ബൈനഹുമാ, ലാഭത്തിൽ പങ്കാളികളായിരിക്കുമെന്ന നിബന്ധന പ്രകാരം. ഫീ നഖദിൻ ഖാലിസിൻ മദ്റൂബിൻ, നാണയമായി അടിക്കപ്പെട്ട ശുദ്ധ സ്വർണത്തിലും വെള്ളിയിലും. എന്താ ഇത് തന്നെ വേണമെന്ന് പറയാൻ കാരണം? അന്നഹു അഖ്ദു വറരിൻ, ചതി വരുന്ന ഒരു ഇടപാടാണ്. എന്തുകൊണ്ട്? യാദമുൽ അമലി വൽ വസൂഖി ബിറ്റിബിഹി, ആമിൽ ചെയ്യുന്ന പണി കൃത്യമല്ല, ലാഭം ഉറപ്പുമല്ല എന്ന കാരണത്താൽ. വൈന്നമാ ജൂബിസിൻ ഹാജത്തി, ഇതൊരാവശ്യം എന്ന രീതിയിലാണ് ഖിറാദ് അനുവദിക്കപ്പെട്ടത്. ഇത്രയും ചതിയും വഞ്ചനയൊക്കെ വരാൻ സാധ്യത ഉണ്ടായിട്ടും ഒരാവശ്യം എന്ന രീതിയിലാണ് അനുവദിക്കപ്പെട്ടത്. ഫഖ്തുസ്സ ബിമാ യറൂജു ഗാലിബൻ, അപ്പോൾ സാധാരണയിൽ മാർക്കറ്റിൽ ചെലവഴിക്കപ്പെടുന്ന നാണയം തന്നെ വേണമെന്ന് പ്രത്യേകമാക്കപ്പെട്ടു. അതേതാ? ബഹുവൻ നഖ്ദുൻ മദ്റൂബ്, നാണയമായി അടിക്കപ്പെട്ട സ്വർണം വെള്ളിയും. ബേജൂസ് അലൈഹി, സ്വർണം വെള്ളിയിലും ജായിസാണ്. ബൈനബത്തുൽ സുൽത്താൻ, ഭരണാധികാരി അതിനെ അസാധുവാക്കിയാലും. ഹറജമിൻ നഖ്ദി അല്ലാറല്ലോ, നാണയം എന്ന് പറഞ്ഞപ്പോൾ ചരക്ക് പുറത്തുപോയി. ഒരു ഫുലൂസു ആണെങ്കിൽ പോലും പറ്റില്ല. അബിൽ ഖാലിസ് എന്ന് പറഞ്ഞപ്പോൾ മഖ്ഷൂസു, കലർത്തപ്പെട്ടത് പുറത്തുപോയി. വൈനൊലിമ ഖദ്റു ഖശി, കലർത്തപ്പെട്ടതിൻ്റെ അളവ് അറിയപ്പെട്ടാലും അവിസ്തുഹലിക്ക, അല്ലെങ്കിൽ അതിൽ കാണാൻ പറ്റാത്ത വിധം അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടാലും, വജാസത്ത് ആമലു ബിഹി, മറ്റുള്ള ഇടപാടുകളൊക്കെ അതുകൊണ്ട് നടത്താൻ പറ്റുമെങ്കിൽ പോലും ഖിറാദ് പറ്റില്ല. അബിൽ മദ്റൂബ് എന്ന് പറഞ്ഞപ്പോൾ തിബർ പുറത്തുപോയി. ഏതാണത്? ദഹബുൻ ഓ ഫില്ലത്തുൻ ലം യുദ്റബ്, നാണയമാക്കപ്പെടാത്ത സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കഷ്ണങ്ങൾ. വലുഹലിയു, ആഭരണത്തിനും പറ്റില്ല. ഫലായസി ഫീസിമിന വക്കീൽ യജൂസ് അൽ മഖ്ഷൂസി, മഖ്ഷൂസിൽ പറ്റും. ഇനസ്തുലേക്ക് അശുഹു, അതിൽ കലർത്തപ്പെട്ടത് അതിൽ ചേർന്നാൽ, അതിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയി. ജസം ബിൽ ജുർജാനി, ഇമാം ജുർജാനി ഇക്കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വക്കീലൻ റാജ, മാർക്കറ്റിൽ വാങ്ങാനും കൊടുക്കാനും ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, റാജ എന്ന് പറഞ്ഞതാണ് മാർക്കറ്റിൽ വിൽപ്പനക്ക് വേണ്ടിയും വാങ്ങാൻ വേണ്ടിയും ഈ നാണയം പൈസ മാതിരി, നമ്മുടെ നോട്ട് മാതിരി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ പറ്റുമെന്ന്. മുഖ്താറു സുബക്കി വയറു അഫി വജീൻ സാലിസിൻ ബി സവായി തറഹു യജൂസു അലാ കുല്ലി മിസ്രിയൻ, സ്വർണ്ണം വെള്ളി തന്നെ ആവണമെന്നില്ല, ചരക്കായാലും മതി, മിസ്രിയായ ഏത് വസ്തുവിലും ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂലധനം സ്വർണം വെള്ളി ആവുക എന്നുള്ളതാണ് അല്ലേ? സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.